യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്ക് പ്രാരംഭമായി മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യം ഒന്ന് വായിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യം. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. ഈ ഭാഗം നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. പൈശാചിക ഉപദ്രവത്താൽ പൈശാചിക സാന്നിധ്യത്താൽ നിറയപ്പെട്ട വ്യക്തി, അവരെ ആ പൈശാചിക സാന്നിധ്യ ആ വ്യക്തിയിൽ നിന്നും അതിനെ ശാസ്ത്രി പുറത്താക്കേണ്ടതിന് സർവശക്തനായ കർത്താവ് അവിടെ വരികയാണ്, അല്ലേ? അപ്പം ആ ഉള്ളിലിരിക്കുന്ന പൈശാചിക സാന്നിധ്യം വിളിച്ചു പറയുകയാണ്, എന്താണ്? സമയത്തിന് മുന്നേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ നീ വന്നു. അപ്പൊ അവർക്കൊരു ബോധ്യമുണ്ട് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവൻ ആരാണെന്നുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഹല്ലേലൂയ. ദുരാത്മ ബന്ധനങ്ങൾക്കൊരു ബോധ്യമുണ്ടായി തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ളത്. ആ വാക്യം അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് ആ മത്തായിയുടെ സുവിശേഷം തന്നെ 13-ാം അധ്യായം അതിന് 55-56 വായിച്ചാൽ, ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ ഇവന്റെ അമ്മ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെഫ്, ഷിമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവന്റെ സഹോദരിമാരും എല്ലാവരും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടല്ലോ. ഇവൻ ഇതൊക്കെ എവിടെ നിന്നും എന്ന് പറഞ്ഞു. അല്ല, മനസ്സിലായോ? കർത്താവിന്റെ വാക്ക് കേട്ട് അവിടെ ഒരു സംസാരം ഉണ്ടാകുകയാണ്. അവർക്കൊരറിവുണ്ട് യേശുവിനെ കുറിച്ച്. ആ അറിവാണ് അവർ പങ്കുവെക്കുന്നത്. ഇവൻ തച്ചന്റെ മകനാണ്, അല്ലേ? അങ്ങനെയൊക്കെ ഒരു അറിവ് പല ഘട്ടങ്ങളിൽ ഇന്നാറ മോനല്ലേ അത്. ഇവൻ ഇതൊക്കെ പറയുന്നത് ഇവൻ എവിടെ നിന്ന് കിട്ടി ഈ ജ്ഞാനം, അല്ലേ? ഇതവിടെ സംഭവിച്ചു. ഇവൻ ഇതൊക്കെ എവിടെ നിന്ന്? ഇവന്റെ അമ്മ മറിയയും ഇവന്റെ സഹോദരന്മാരും അവരെ കുറിച്ച് നമുക്കറിയാം. പിന്നെ ഇവൻ ഇത് എവിടെ നിന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത്? അതിന്റെ തന്നെ 58-ാമത്തെ വാക്യം. 58. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വലിയ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. കാരണം എന്താ? അവരുടെ അവിശ്വാസത്തിന്റെ ബേസ് എന്താ? അവർക്ക് യേശുവിനെ കുറിച്ച് ഒരറിവുണ്ട്, മുൻധാരണയുണ്ട്, മുന്നറിവുണ്ട്. അല്ലെ, ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പരിജ്ഞാനമുള്ള ഒരു സമൂഹത്തിന്റെ അറിവല്ലത്. ലോകപരമായ ഒരു അറിവ് അവിടെ കൂടി വന്ന സമൂഹത്തിനുണ്ട്. ആ സമൂഹം വിധി കൽപ്പിക്കുകയാണ്, ഇവൻ ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകനാണ്. ഇവൻ എന്തോ ഈ പറയുന്നത്? അപ്പൊ അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വലിയ വീര്യപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. യോഹന്നാൻ 1:29. യോഹന്നാൻ 1:29 വായിച്ചാൽ നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ്. വായിക്കാം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ യോഹന്നാൻ സ്നാപകന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇവിടെ 3 വസ്തു പറഞ്ഞു. പൈശാചിക സാന്നിധ്യമുള്ള ഒരു വ്യക്തി വിളിച്ചു പറയുന്നു, സമയത്തിന് മുന്നേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ നീ വന്നതാണോ? നീ ദൈവപുത്രൻ എന്ന് ഞങ്ങൾ അറിയുന്നു. അവർക്കൊരറിവുണ്ട്. ഹല്ലേലൂയ. കൂടിയിരുന്ന ഇസ്രായേൽ ജനം, അവർക്കൊരറിവുണ്ട്. അവർ അറിവിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മുൻ നിയോഗപ്രകാരം വലിയൊരു പദ്ധതി തികച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ വേണ്ടി ഭൂമിയിൽ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. സ്തോത്രം. യോഹന്നാൻ 6-ാം അധ്യായം 33-ാം വാക്യം. യോഹന്നാൻ 6:33 വായിച്ചാൽ, ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത്, ലോകത്തിൽ ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാലപ്പം, അല്ലേ? അവിടെയാണ് അത് എന്താണ് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടണെന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. കർത്താവ് പറയുന്നത് ഞാനാകും. ഹല്ലേലൂയ. 36 ആ അധ്യായത്തിൽ 36. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ കണ്ടു, അറിഞ്ഞു, അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ മുൻപാകെ നടന്നു.
എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അടുത്തത്, പിതാവ് എനിക്ക് തരുന്നതൊക്കെ എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ ആരാ വരുന്നത്? പിതാവിന്റെ ഇഷ്ടമുള്ള, പിതാവിന്റെ പദ്ധതി പ്രകാരമുള്ളവർ എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:30-31. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അടുത്ത പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതിയാണ്, നിങ്ങൾ എവിടെ ഇരിക്കുന്നു? ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ജ്ഞാനം, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്, നീതി. ഇതൊക്കെ ജ്ഞാനം, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്, നീതി ആരിലൂടെ വെളിപ്പെട്ടു? യേശു ക്രിസ്തുവിലൂടെ. നിങ്ങൾ എവിടെയായിരിക്കുന്നു? ആ യേശു ക്രിസ്തുവിലായിരിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. മനസ്സിലാക്കി കർത്താവിനെ ശ്രദ്ധിച്ചാൽ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ബന്ധം. മിസ്റ്റിക്കൽ റെവലേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം മുൻപ് നമ്മൾ സഭയിൽ അടുപ്പിച്ചുള്ള മീറ്റിങ്ങുകൾ, കോട്ടേജ് മീറ്റിങ്ങിലും സഭാ യോഗങ്ങളിലും ഒക്കെ നമ്മൾ എടുത്തത് യൂട്യൂബിലുണ്ട്. നിങ്ങൾക്കറിയാം, അത് മീറ്റിംഗിൽ പറഞ്ഞാണ് യേശു കർത്താവ് ഒരു വലിയ മർമ്മം ജനത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്റെ പിതാവിന്റെ അകത്ത് ഞാനായിരിക്കുന്നു. അതായത് എന്റെ അകത്ത് എന്റെ പിതാവ് ഇരിക്കുന്നു. ജനം ഇങ്ങനെ ശ്രദ്ധിച്ചു, എന്തോ ഈ പറയുന്നത്? പിതാവിന്റെ അകത്ത് ഞാനിരിക്കുന്നു, എന്റെ അകത്ത് എന്റെ പിതാവ് ഇരിക്കുന്നു, ഞാനും എന്റെ പിതാവ് ഒന്നത്രേ. ഫിലിപ്പോസിന് ചോദ്യം വരിക, പിതാവിനൊന്ന് കാണിച്ചു തരാവോ? ഫിലിപ്പോസിനുള്ള മറുപടി എന്തായിരുന്നു? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ എവിടെ ഇരിക്കുന്നു? എന്നിലിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട ആ ഹൃദയവാതിൽ തുറന്നാൽ അവൻ എന്റെ കൂടെയും ഞാൻ അവന്റെ കൂടെയും അത്താഴം കഴിക്കും. ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ഒന്നായി മാറുന്ന ഒരു അനുഭവം. അപ്പം കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ആ പരിജ്ഞാനത്തിന്റെ തികവിലാണ് ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്നത്, എന്റെ കർത്താവ് എന്റെ അകത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിലിരിക്കുന്നു എന്നൊരു വ്യക്തിക്ക് പറയാൻ കഴിയണമെങ്കിൽ എന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ച്, എന്റെ അപ്പയെ കുറിച്ച് ഒരു പരിജ്ഞാനം ഉണ്ടാകണം. നിങ്ങൾക്ക് ഈ യേശുവിനെ ആരെന്ന് പറയുവാൻ കഴിയുമെന്ന് പറക്കാൽ, നിങ്ങളെ ആരാണ് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ തന്റെ ഇടത്തോടെ പറയുവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ദൈവിക മർമ്മത്തിന്റെ ജ്ഞാനം എന്തെന്ന്, അല്ലെങ്കിൽ ആ മർമ്മത്തിന്റെ വസ്തുതകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയേണ്ടത് ആവശ്യം അത്രയും. ഹല്ലേലൂയ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കും. അരുമനാഥ, പ്രിയ പിതാവേ, ഞങ്ങൾ കർത്താവിലാണെന്ന് പറയുവാൻ, കർത്താവ് ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പറയുവാൻ ഞങ്ങൾക്ക് ഇടവരുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മാവേ, മറ്റുള്ളവർ മുമ്പിൽ വലിയ സാക്ഷിയായി ഓരോരുത്തരും മാറണേ. കർത്താവ് ക്രിസ്തുവിനെ കൊടുക്കുന്നവരായി മാറുവാൻ, ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി മാറുവാൻ അങ്ങയുടെ കൃപ ഓരോരുത്തരുടെ മേലും പകരുന്നതിനെ ഓർത്ത് സ്തോത്രം. ശക്തീകരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. മറുപടികളാൽ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്, കർത്താവുമായിട്ടുള്ള ആഴത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയും, എൻ്റെ കർത്താവ്, ഞാൻ അന്വേഷിക്കുന്നു, നിങ്ങളെല്ലാവരും അന്വേഷിച്ചെടുക്കുന്ന ദൈവം എൻ്റെ അകത്തിരിപ്പുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുവാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.